iPlus ട്രെയിനിങ് സൊല്യൂഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് സെറ്റ് പേപ്പർ 1-ലെ ഗ്ലോബൽ അഫയേഴ്സുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ്. എന്തൊക്കെയാണ് നമ്മുടെ ഈ ആധുനിക സമകാലിക ലോകത്ത് നടക്കുന്ന മാറ്റങ്ങൾ, എന്തൊക്കെ സമ്മിറ്റുകൾ നടക്കുന്നു, ആരൊക്കെയാണ് പുതുതായിട്ട് ഏതെങ്കിലും മേഖലകളിൽ ചാർജ് എടുത്തിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ക്വസ്റ്റ്യൻ ആൻസർ രൂപത്തിൽ പരിചയപ്പെടാം. ഒന്നാമത്തെ ചോദ്യം, വിച്ച് കൺട്രി ഹോസ്റ്റ് ദ 2024 G20 സമ്മിറ്റ്? G20 സമ്മിറ്റ് 2024 ഏത് രാജ്യത്ത് വെച്ചായിരുന്നു നടന്നത്? ഉത്തരം എന്താണ്? ബ്രസീലാണ്. ബ്രസീലിൽ വെച്ചാണ് G20 സമ്മിറ്റ് 2024 നടന്നത്. ശ്രദ്ധിക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് നോക്കാം. വേർ വാസ് ദ ക്വാഡ് വർക്ക്ഷോപ്പ് ഓൺ പാൻഡമിക് പ്രിപ്പയർഡ്നെസ് ഹെൽഡ് ഇൻ 2025? 2025 ക്വാഡ് വർക്ക്ഷോപ്പ് ഓൺ പാൻഡമിക് ഡിസീസസ്, പാൻഡമിക് പ്രിപ്പയർഡ്നെസ്സുമായി ബന്ധപ്പെട്ട, അതായത് രോഗങ്ങളുമായി ബന്ധപ്പെട്ട ഒരു സമ്മിറ്റ്, ഒരു കൂടിച്ചേരലാണ് ആ ഒരു സമ്മിറ്റ് എന്ന് പറയുന്നത്. ക്വാഡ് സമ്മിറ്റ് 4 രാജ്യങ്ങളാണുള്ളത്. അത് 2025 നടന്നത് എവിടെ വെച്ചാണ്? ഇന്ത്യയിൽ വെച്ചാണ്, ന്യൂഡൽഹിയിൽ വെച്ചാണ്. മറന്നു പോകരുത്. ക്വാഡ് സമ്മിറ്റ് ഇന്ത്യയിൽ വെച്ചായതുകൊണ്ട് തന്നെ ഒന്ന് ശ്രദ്ധിക്കുക. ക്വാഡ് സമ്മിറ്റ് നടന്നത് 2025 ന്യൂഡൽഹിയിൽ വെച്ചാണ്. അത് ഹെൽത്തുമായി ബന്ധപ്പെട്ട ഒരു സമ്മിറ്റ് ആണ്. അടുത്തത് മൂന്നാമത്തെ ചോദ്യം നോക്കാം. COP29 കോൺഫറൻസ് ഓഫ് പാർട്ടീസ് 29 എന്താണത്? അത് നമ്മുടെ എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ട ഒരു സമ്മിറ്റ് ആണ്. 2024 UN ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസ്, UNFCCC എന്നാണ് ആ ഒരു സംഘടനയുടെ, ആ ഒരു കൂടിച്ചേരലിന്റെ പേര് തന്നെ, ആ ഒരു ഓർഗനൈസേഷന്റെ. ഇറ്റ് വിൽ ബി ഹെൽഡ് ഇൻ വിച്ച് കൺട്രി? അതായത് 29ാമത് COP കോൺഫറൻസ് ഓഫ് പാർട്ടീസ് നടന്നത് എവിടെ വെച്ചാണ്? അത് അസർബൈജാനിലാണ്. അസർബൈജാനിലെ ബാക്കു എന്ന സ്ഥലത്ത് വെച്ചാണ് ഈ COP29, അതായത് 2024 ആ ഒരു കൂടിച്ചേരൽ എവിടെ വെച്ചായിരുന്നു? അസർബൈജാനിലെ ബാക്കു എന്ന് വെച്ച സ്ഥലത്താണ് COP29. അപ്പൊ 24ാമത്തേത് അറിയാം. 2024 നമ്മൾ അസർബൈജാനിലാണെന്ന് മനസ്സിലായി. അപ്പൊ 2025 COP30 എവിടെ വെച്ചാണെന്നുള്ള ഒരു സംശയം കാണും അല്ലേ? അപ്പൊ നോക്കാം. COP30 നടക്കാൻ പോകുന്നത് ബ്രസീലിൽ വെച്ചാണ്. COP30 കോൺഫറൻസ് ഓഫ് പാർട്ടീസ് 30ാമത്തെ ആ ഒരു കോൺഫറൻസ് എവിടെ വെച്ചാണ്? ബ്രസീലിൽ വെച്ചാണ് കേട്ടോ, മറന്നു പോകരുതേ. അടുത്ത ചോദ്യം, വിച്ച് സിറ്റി ഹോസ്റ്റ് ദ വേൾഡ് എക്കണോമിക് ഫോറം ആനുവൽ മീറ്റിംഗ് 2025? ഏത് സിറ്റിയിലാണ് വേൾഡ് എക്കണോമിക് ഫോറം ആനുവൽ മീറ്റിംഗ് നടക്കുന്നത്? 2025 ഡാവോസ് ആണ്. സ്വിറ്റ്സർലൻഡിലെ ഡാവോസ് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളുടെ ഈ ഒരു വേൾഡ് എക്കണോമിക് ഫോറം ആനുവൽ മീറ്റിംഗ് 2025 ജനുവരിയിലായിരുന്നു 2025 നടന്നത്. ഡാവോസ് എന്ന സ്ഥലത്താണ്, സ്വിറ്റ്സർലൻഡ്, ഓർക്കുക. അടുത്ത 6ാമത്തെ ചോദ്യം നോക്കാം. വിച്ച് ഗ്ലോബൽ റിപ്പോർട്ട് ഈസ് റിലീസ്ഡ് ബൈ ദ വേൾഡ് ബാങ്ക് ആനുവലി? വേൾഡ് ബാങ്ക് എല്ലാ വർഷവും ആനുവലി റിലീസ് ചെയ്യുന്ന ആ ഒരു റിപ്പോർട്ടിന്റെ പേരെന്താണെന്നാണ് അടുത്ത ചോദ്യം. വേൾഡ് ഡെവലപ്മെന്റ് റിപ്പോർട്ട് എന്നാണ് ആ ഒരു റിപ്പോർട്ടിന്റെ പേര്. എല്ലാ വർഷവും വേൾഡ് ബാങ്ക് ഒരു റിപ്പോർട്ട് റിലീസ് ചെയ്യും. അതിന്റെ പേരെന്താണ്? വേൾഡ് ഡെവലപ്മെന്റ് റിപ്പോർട്ട്. മറന്നു പോകരുത്. അടുത്ത ചോദ്യം 7ാമത്തെ ചോദ്യം, വിച്ച് കൺട്രി വിൽ ഹോസ്റ്റ് എക്സ്പോ 2030? 2030 ഈ ഒരു വേൾഡ് എക്സ്പോ എവിടെ വെച്ചാണ് നടക്കുന്നത്? അത് സൗദിയിലെ റിയാദ് എന്ന് പറയുന്ന സ്ഥലത്താണ് വേൾഡ് എക്സ്പോ 2030 നടക്കുന്നത്. ഓക്കെ. അടുത്തത്, വിച്ച് ഓർഗനൈസേഷൻ പബ്ലിഷസ് ദ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട്? ഏത് ഓർഗനൈസേഷൻ ആണ് വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ആരാണ്? UN സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സൊല്യൂഷൻസ് നെറ്റ്വർക്ക്. ആരാണ്? UN സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സൊല്യൂഷൻസ് നെറ്റ്വർക്ക് എന്ന സംഘടനയാണ് വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് എന്ന ആ ഒരു റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ ഇങ്ങനത്തെ ഇതൊക്കെ കണ്ടു കാണും. ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് ഉള്ള കൺട്രി ഏതാണ്? ഇപ്പൊ ഇതിനകത്തിൽ കൊടുത്തിരിക്കുന്ന ഫിൻലൻഡിലെ ആണേ. ഓക്കെ, നോക്കാം. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. വിച്ച് സിറ്റി ഹോസ്റ്റഡ് ദ 2025 നാറ്റോ സബ്മിറ്റ്? നാറ്റോ സബ്മിറ്റ് 2025 നടക്കുന്നത് ഏത് കൺട്രിയിലാണ്? നെതർലൻഡ്സിലെ ഹേഗിലാണ്. 2025 നാറ്റോ സബ്മിറ്റ് നടക്കുന്നത്.
ഓക്കെ, അടുത്ത ചോദ്യം. ഹു ഈസ് ദ ഡയറക്ടർ ജനറൽ ഓഫ് ദ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആസ് ഓഫ് 2025? 2025 വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഡയറക്ടർ ജനറൽ ആരാണ്? ടെഡ്രോൺ അഡാനോം ഗബ്രിയേസസ് ആണ്. അദ്ദേഹമാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഡയറക്ടർ ജനറൽ. അതേപോലെ അടുത്ത ചോദ്യം നോക്കാം. UNESCO included which Indian culture tradition in the representative list in the intangible cultural heritage in 2024? ഏതാണ് യുനെസ്കോ നോട്ട് ചെയ്ത് ലിസ്റ്റ് ചെയ്യപ്പെട്ട ആ ഒരു നമ്മളുടെ ഒരു കൾച്ചറൽ ട്രഡീഷൻ ഡാൻസ് ഏതായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. അത് ഗർഭ ഡാൻസ് ആണ്. ശ്രദ്ധിക്കുക. അടുത്തത്, ഹു ഈസ് ദ കറന്റ് പ്രസിഡന്റ് ഓഫ് ദ വേൾഡ് ബാങ്ക്? 2025 നമ്മളുടെ ഇപ്പോഴത്തെ വേൾഡ് ബാങ്കിന്റെ പ്രസിഡന്റ് ആരാണ്? അജയ് ബംഗയാണ്. മറന്നു പോകരുത്, അജയ് ബംഗയാണ്. 12 ചോദ്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. ശ്രദ്ധിക്കുക, ഇത് കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട ഏത് മേഖല വേണേലും നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. പഠിച്ചു വെക്കുക. ഇതെല്ലാം നിങ്ങളുടെ ഓർമ്മയിൽ, എക്സാമിന്റെ സമയത്ത് ഓർമ്മയിൽ വരട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ക്ലാസ്സുമായി ഉടനെ കാണാം. ബൈ.